19/1/25 പ്രഭാതമുരളി അഭിക്ത ബാബ്ദാദ റിവൈസ് 30/11/2003 മധുബൻ. 4 സബ്ജക്റ്റിലും അനുഭവത്തിൻ്റെ അതോറിറ്റിയായി സമസ്യകളെ സമാധാന സ്വരൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഇന്ന് ബ്രാഹ്മണ ലോകത്തിൻ്റെ രചയിതാവ് തൻ്റെ 4 ഭാഗത്തുമുള്ള ബ്രാഹ്മണരായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രാഹ്മണ ലോകം ചെറിയൊരു ലോകമാണ്, എന്നാൽ അതിശ്രേഷ്ഠവും അതിപ്രിയപ്പെട്ടതുമായ ലോകമാണ്. ഈ ബ്രാഹ്മണ ലോകം മുഴുവൻ വിശ്വത്തിലെയും വിശേഷ ആത്മാക്കളുടെ ലോകമാണ്. ഓരോ ബ്രാഹ്മണനും കോടിയിൽ ചിലരിലും ചിലരായ ആത്മാവാണ്. കാരണം തൻ്റെ പിതാവിനെ തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെ സമ്പത്തിൻ്റെ അധികാരിയായി ഏതുപോലെ ബാബ ഉയർന്നതിലും ഉയർന്നതാണോ, അപ്പോൾ ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയുടേതായി മാറുന്ന ആത്മാക്കളും വിശേഷ ആത്മാക്കളാണ്. ഓരോ ബ്രാഹ്മണ ആത്മാവും ജനിക്കുമ്പോൾ തന്നെ ഭാഗ്യവിധാതാവായ ബാബ മസ്തകത്തിൽ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ രേഖ വരച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യവാന്മാരായ ആത്മാക്കളാണ്. ഇപ്രകാരം ഭാഗ്യവാനായി സ്വയം മനസ്സിലാക്കുന്നുണ്ടോ? ഇത്രയും വലിയ ആത്മീയ ലഹരി അനുഭവപ്പെടുന്നുണ്ടോ? ഓരോ ബ്രാഹ്മണന്റെ ഹൃദയേശ്വരൻ ഹൃദയത്തിൽ നിന്നുള്ള വാത്സല്യവും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പരമാത്മാ സ്നേഹം മുഴുവൻ കൽപ്പത്തിൽ ഒന്നിലൂടെ ഒരു സമയത്ത് മാത്രമാണ് പ്രാപ്തമാകുന്നത്. ഈ ആത്മീയ ലഹരി സദാ ഓരോ കർമ്മത്തിലും നിലനിൽക്കുന്നുണ്ടോ? കാരണം താങ്കൾ വിശ്വത്തെ ചലഞ്ച് ചെയ്യുന്നു. നമ്മൾ കർമ്മയോഗി ജീവിതമുള്ള വിശേഷ ആത്മാക്കളാണ്. കേവലം യോഗം ചെയ്യുന്ന യോഗിയല്ല, യോഗി ജീവിതം ഉള്ളവരാണ്. ജീവിതം സദാകാലത്തേതായിരിക്കും, നാച്ചുറലും നിരന്തരവുമായിരിക്കും. 8 മണിക്കൂറോ 6 മണിക്കൂറോ യോഗി ജീവിതം ഉള്ളവരല്ല. യോഗം, അതായത് ഓർമ്മ, ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വതവേ തന്നെ ഓർമ്മയുണ്ടായിരിക്കും. ലക്ഷ്യം എങ്ങനെയുള്ളതായിരിക്കുമോ അതേപോലെ ലക്ഷണവും സ്വതവേ തന്നെ വരുന്നു. ബാബ്ദാദ ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും മസ്തകത്തിൽ തിളങ്ങുന്ന ഭാഗ്യത്തിൻ്റെ നക്ഷത്രം കാണുന്നു. ബാബ്ദാദ സദാ ഓരോ കുട്ടിയെയും ശ്രേഷ്ഠ സ്വമാനധാരിയായും സ്വരാജ്യധാരിയായും കാണുന്നു. താങ്കൾ ഏവരും സ്വയം സ്വമാനധാരിയായ ആത്മാവാണ്, സ്വരാജ്യധാരിയായ ആത്മാവാണ്. ഇങ്ങനെ തന്നെയാണോ അനുഭവിക്കുന്നത്? ഞാൻ സ്വമാനധാരിയായ ആത്മാവാണ് എന്ന് സെക്കൻഡിൽ അഥവാ സ്മൃതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ സെക്കൻഡിൽ സ്വമാനത്തിൻ്റെ എത്ര ലിസ്റ്റ് വരുന്നു? ഇപ്പോഴും തൻ്റെ സ്വമാനത്തിൻ്റെ ലിസ്റ്റ് സ്മൃതിയിൽ വന്നുവോ? നീണ്ട ലിസ്റ്റാണല്ലോ. സ്വമാനം അഭിമാനത്തെ ഇല്ലാതാക്കുന്നു. കാരണം സ്വമാനം ശ്രേഷ്ഠ അഭിമാനമാണ്. അപ്പോൾ ശ്രേഷ്ഠ അഭിമാനം അശുദ്ധമായ ഭിന്ന ഭിന്ന ദേഹാഭിമാനത്തെ സമാപ്തമാക്കുന്നു. ഇതുപോലെ സെക്കൻഡിൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അന്ധകാരം ഓടിപ്പോകുന്നു. അന്ധകാരത്തെ ഓടിക്കുന്നില്ല, അല്ലെങ്കിൽ അന്ധകാരം നീക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യേണ്ടി വരുന്നില്ല. എന്നാൽ സ്വിച്ച് ഓൺ ചെയ്തു അന്ധകാരം സ്വതവേ തന്നെ സമാപ്തമാകുന്നു. ഇതേപോലെ സ്വമാനത്തിൻ്റെ സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യൂ, എങ്കിൽ ഭിന്ന ഭിന്ന ദേഹാഭിമാനം സമാപ്തമാക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യേണ്ടി വരില്ല. സ്വമാനത്തിൻ്റെ സ്മൃതി സ്വരൂപം ആകാത്തത് വരെയും പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. ബാബ്ദാദ കുട്ടികളുടെ കളി കാണുന്നു. സ്വമാനത്തെ ഹൃദയത്തിൽ വർണ്ണിക്കുന്നു. ഞാൻ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥനാണ്.
വർണ്ണിച്ചുകൊണ്ടുമിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടുമിരിക്കുന്നു. എന്നാൽ അനുഭവത്തിൻ്റെ സീറ്റിൽ സെറ്റാകുന്നില്ല. എന്ത് ചിന്തിക്കുന്നുവോ ആ അനുഭവം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഏറ്റവും ശ്രേഷ്ഠ അതോറിറ്റി അനുഭവത്തിൻ്റെ അതോറിറ്റിയാണ്. അപ്പോൾ ബാബ്ദാദ കാണുന്നതിതാണ്: വളരെ നന്നായി കേൾക്കുന്നു, ചിന്തിക്കുന്നതും വളരെ നല്ലതാണ്. എന്നാൽ കേൾക്കുന്നതും ചിന്തിക്കുന്നതും വേറെ കാര്യമാണ്. അനുഭവി സ്വരൂപം ആവുക, ഇതാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠ അതോറിറ്റി. ഇത് തന്നെയാണ് ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള അന്തരം. ഭക്തിയിലും കേൾക്കുന്നതിൻ്റെ ലഹരിയിൽ വളരെയധികം ലഹരി പിടിച്ചവരാകുന്നു. ചിന്തിക്കുന്നുമുണ്ട്, പക്ഷേ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെ അർത്ഥം തന്നെ ഇതാണ്: ജ്ഞാനി ആത്മാവ് എന്നാൽ ഓരോ സ്വമാനത്തിൻ്റെയും അനുഭവിയാവുക എന്നർത്ഥം. അനുഭവി സ്വരൂപം ആത്മീയ ലഹരി കയറ്റുന്നു. അനുഭവം ഒരിക്കലും ജീവിതത്തിൽ മറക്കാറില്ല. കേട്ടതും ചിന്തിച്ചതും മറന്നേക്കാം, എന്നാൽ അനുഭവത്തിൻ്റെ അതോറിറ്റി ഒരിക്കലും കുറയുന്നില്ല. അപ്പോൾ ബാബ്ദാദ കുട്ടികൾക്ക് ഈ സ്മൃതി വരുത്തുകയാണ്: ഭഗവാനാകുന്ന ബാബയിൽ നിന്നും എന്ത് കേട്ടുവോ ആ കേട്ട ഓരോ കാര്യത്തിൻ്റെയും അനുഭവി മൂർത്തിയാകൂ. അനുഭവിച്ച കാര്യത്തെ അഥവാ 1000 ആൾക്കാർ മായ്ക്കാൻ ആഗ്രഹിച്ചാലും മായ്ക്കാൻ സാധിക്കില്ല. മായയ്ക്കും അനുഭവത്തെ മായ്ക്കാൻ സാധിക്കില്ല. ശരീരം ധാരണ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇന്നയാളാണ് എന്ന് അനുഭവിക്കുന്നു. അപ്പോൾ എത്ര ഉറച്ചതായിരിക്കുന്നു! എപ്പോഴെങ്കിലും തൻ്റെ ദേഹത്തിൻ്റെ പേര് മറക്കുന്നുണ്ടോ? താങ്കൾ ഇന്നയാളല്ല എന്നാരെങ്കിലും താങ്കളോട് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കുമോ? ഇതേപോലെ തന്നെ ഓരോ സ്വമാനത്തിൻ്റെ ലിസ്റ്റ് അനുഭവിക്കുന്നതിലൂടെ ഒരിക്കലും സ്വമാനം മറക്കുക സാധ്യമല്ല. എന്നാൽ ബാബ്ദാദ കണ്ടത് ഇതാണ്: ഓരോ സ്വമാനത്തിൻ്റെ അനുഭവവും ഓരോ പോയിന്റിൻ്റെ അനുഭവിയാകുന്നതിലും നമ്പർ വൈസാണ്. ഞാൻ ആത്മാവ് തന്നെയാണ് എന്ന് അനുഭവിച്ചു കഴിഞ്ഞു എന്നിരിക്കെ ആത്മാവല്ലാതെ മറ്റെന്താണ്? ദേഹത്തെയാണെങ്കിൽ എൻ്റേത് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ ആത്മാവ് തന്നെയാണ്, ആത്മാവ് തന്നെയാണ് എന്നിരിക്കെ ദേഹബോധം എവിടെ നിന്നും വന്നു? എന്തുകൊണ്ട് വന്നു? കാരണം 63 ജന്മത്തെ അഭ്യാസം ഞാൻ ദേഹമാണ് എന്നതാണ്. തലകീഴായ അഭ്യാസം ഉറച്ചിരിക്കുകയാണ്. യഥാർത്ഥ അഭ്യാസം അനുഭവത്തിൽ മറന്നുപോകുന്നു. ബാബ്ദാദ കുട്ടികൾ പ്രയത്നിക്കുന്നത് കാണുമ്പോൾ കുട്ടികളിൽ സ്നേഹം തോന്നുന്നു. പരമാത്മാവിൻ്റെ കുട്ടികളും പ്രയത്നവും. കാരണം അനുഭവി മൂർത്തിയാകുന്നതിൻ്റെ കുറവുണ്ട്. എന്തു തന്നെ സംഭവിച്ചാലും ഏതൊരു കർമ്മം ചെയ്താലും ദേഹബോധത്തിൻ്റെ അനുഭവവും ദേഹബോധവും മറക്കുന്നില്ല എന്നിരിക്കെ ബ്രാഹ്മണ ജീവിതം എന്നാൽ കർമ്മയോഗി ജീവിതമാണ്. യോഗി ജീവിതത്തിൻ്റെ അനുഭവം എങ്ങനെ മറക്കുവാൻ സാധിക്കും? അപ്പോൾ ചെക്ക് ചെയ്യൂ, ഓരോ സബ്ജക്റ്റിനെയും അനുഭവത്തിൽ കൊണ്ടുവന്നുവോ? ജ്ഞാനം കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും സഹജമാണ്. എന്നാൽ ജ്ഞാന സ്വരൂപം ആകേണ്ടതുണ്ട്. ജ്ഞാനത്തെ സ്വരൂപത്തിൽ കൊണ്ടുവന്നുവെങ്കിൽ സ്വതവേ തന്നെ ഓരോ കർമ്മവും നോളജ്ഫുൾ ആയിരിക്കും. അതായത് നോളജിൻ്റെ ലൈറ്റും മൈറ്റും ഉള്ളതായിരിക്കും. നോളജിനെ പറയുന്നത് തന്നെ ലൈറ്റും മൈറ്റും എന്നാണ്. അതേപോലെ തന്നെ യോഗി സ്വരൂപം യോഗയുക്തവും യുക്തിയുക്തവുമായ സ്വരൂപമാണ്. ധാരണ സ്വരൂപം എന്നാൽ ഓരോ കർമ്മവും ഓരോ കർമ്മേന്ദ്രിയവും ഓരോ ഗുണത്തിൻ്റെയും ധാരണ സ്വരൂപം ആയിരിക്കും. സേവനത്തിൻ്റെ അനുഭവി മൂർത്തിയായ സേവാധാരിയുടെ അർത്ഥം തന്നെ നിരന്തര സ്വതവേ തന്നെ സേവാധാരി.
മനസ്സ ആയിരുന്നാലും വാച ആയിരുന്നാലും കർമ്മണ ആയിരുന്നാലും സംബന്ധ സമ്പർക്കത്തിൽ ആയിരുന്നാലും ഓരോ കർമ്മത്തിലും സേവനം നാച്ചുറലായി നടന്നുകൊണ്ടിരിക്കണം. ഇതിനെയാണ് 4 സബ്ജക്റ്റിലും അനുഭവ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യൂ, എത്രത്തോളം അനുഭവിയായി കഴിഞ്ഞു. ഓരോ ഗുണത്തിൻ്റെയും അനുഭവി, ഓരോ ശക്തിയുടെയും അനുഭവി. അനുഭവം വേണ്ട സമയത്ത് വളരെയധികം ഉപയോഗത്തിൽ വരും എന്നും ചൊല്ലുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള സമസ്യയായിരുന്നാലും അനുഭവീമൂർത്തിയുടെ അനുഭവം അഥവാ അനുഭവീമൂർത്തി അനുഭവത്തിൻ്റെ അതോറിറ്റിയിലൂടെ സമസ്യയെ സെക്കൻഡിൽ പരിഹാര സ്വരൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. സമസ്യയായി നിലനിൽക്കില്ല, പരിഹാര സ്വരൂപമായി മാറും. മനസ്സിലായോ? ഇപ്പോൾ സമയത്തിൻ്റെ സമീപതയും ബാബ് സമാൻ ആകുന്നതിൻ്റെ സമീപതയും പരിഹാര സ്വരൂപമാകുന്നതിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കണം. സമസ്യ വരുന്നതും പരിഹരിക്കുന്നതും ഈ പ്രയത്നം വളരെയധികം സമയം ചെയ്തു. ഇപ്പോൾ ബാബ്ദാദ ഓരോ കുട്ടിയെയും സ്വമാനധാരിയും സ്വരാജ്യ അധികാരിയും പരിഹാര സ്വരൂപവുമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. അനുഭവി മൂർത്തിക്ക് സെക്കൻഡിൽ പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കും. ശരി, എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഡബിൾ ഫോറിനേഴ്സും ഓരോ ഗ്രൂപ്പിലും തങ്ങളുടെ ചാൻസ് നന്നായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ഈ ഗ്രൂപ്പിൽ പാണ്ഡവരും കുറവല്ല. എല്ലാ പാണ്ഡവരും കൈ ഉയർത്തു. മാതാക്കൾ, കുമാരിമാർ, ടീച്ചേഴ്സ് കൈ ഉയർത്തു. ആദ്യത്തെ ഗ്രൂപ്പിൽ മാതാക്കൾ കൂടുതലുണ്ടായിരുന്നു. എന്നാൽ ഈ ഗ്രൂപ്പിൽ പാണ്ഡവരും നന്നായി റേസ് ചെയ്തിരിക്കുകയാണ്. പാണ്ഡവരുടെ ലഹരിയും നിശ്ചയവും ഇപ്പോൾ വരെയും മഹിമയിലും പാടപ്പെട്ടിട്ടുണ്ട്. എന്താണ് പാടപ്പെട്ടിട്ടുള്ളത് അറിയാമോ? 5 പാണ്ഡവരാണ്. എന്നാൽ ലഹരിയുടെയും നിശ്ചയത്തിൻ്റെയും ആധാരത്തിലൂടെ വിജയിയായി. ഈ മഹിമ ഇപ്പോൾ വരെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാണ്ഡവരാണോ? ശരി, ലഹരിയുണ്ടോ? താങ്കൾ പാണ്ഡവനാണ് എന്ന് പാണ്ഡവർ എപ്പോൾ കേട്ടാലും പാണ്ഡവർ പാണ്ഡവപതിയെ മറക്കാറില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നുണ്ടോ? പാണ്ഡവരും പാണ്ഡവപതിയും. പാണ്ഡവർക്ക് ഒരിക്കലും പാണ്ഡവപതിയെ മറക്കുവാൻ സാധിക്കില്ല. പാണ്ഡവർക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ കൽപ്പകൽപ്പങ്ങളിലെ പാണ്ഡവർ പാണ്ഡവപതിയുടെ പ്രിയപ്പെട്ടവരാണ്. സ്മാരകത്തിൽ പാണ്ഡവരുടെയും പേര് കുറവൊന്നുമല്ല. പാണ്ഡവരുടെ ടൈറ്റിൽ തന്നെ വിജയി പാണ്ഡവർ എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാണ്ഡവരാണോ? നമ്മൾ വിജയി പാണ്ഡവരാണ്, ഇത്രമാത്രം. വെറും പാണ്ഡവരല്ല, വിജയി പാണ്ഡവർ. വിജയത്തിൻ്റെ അവിനാശി തിലകം മസ്തകത്തിൽ അണിയപ്പെട്ടിരിക്കുക തന്നെയാണ്. മാതാക്കൾക്ക് എന്ത് ലഹരിയാണുള്ളത്? വളരെയധികം ലഹരിയുണ്ട്. മാതാക്കൾ ലഹരിയോടെ പറയുന്നു, ബാബ വന്നിരിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയാണ്. ഇങ്ങനെയാണല്ലോ. കാരണം പകുതി കൽപ്പത്തിൽ മാതാക്കൾക്ക് പദവി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സംഗമത്തിൽ രാഷ്ട്രീയത്തിലും മാതാക്കൾക്ക് അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ശക്തികളായ താങ്കളെ ബാബ മുന്നിൽ വെച്ചുവല്ലോ. അപ്പോൾ ലോകത്തിലും ഓരോ വിഭാഗത്തിലും ഇപ്പോൾ മാതാക്കൾക്ക് അധികാരം ലഭിക്കുന്നു. മാതാക്കളില്ലാത്ത ഒരു വിഭാഗവുമില്ല. ഇത് സംഗമയുഗത്തിൻ്റെ പദവിയാണ്. അപ്പോൾ മാതാക്കൾക്ക് നമ്മുടെ ബാബ എന്നതുണ്ട്, എൻ്റെ ബാബ എന്നുണ്ടല്ലോ. ലഹരി ഉണ്ടോ? മാതാക്കൾ കൈവീശുന്നുണ്ട്, നല്ലതാണ്. ഭഗവാനെ തൻ്റേതാക്കി മാറ്റി. അപ്പോൾ ഇന്ദ്രജാലക്കാർ മാതാക്കളായില്ലേ?
മാതാക്കൾക്കും പാണ്ഡവർക്കായാലും ശരി, ബാബ്ദാദയുമായുള്ള സർവസംബന്ധങ്ങളോടും സ്നേഹമുണ്ട് എന്ന് ബാബ്ദാദ കാണുന്നുണ്ട്. സർവസംബന്ധങ്ങളോടുമുണ്ട്. എന്നാൽ ആർക്ക് ഏതൊരു വിശേഷ സംബന്ധമാണ് പ്രിയപ്പെട്ടത് എന്നതും നോക്കുന്നു. പല കുട്ടികൾക്കും ഈശ്വരനെ കൂട്ടുകാരനാക്കുന്നത് വളരെ നല്ലതായി തോന്നുന്നു. അതിനാൽ ഖുദാ ദോസ്തിൻ്റെ കഥയും ഉണ്ട്. ബാബ്ദാദ ഇത് പറയുകയാണ്, ഏത് സമയത്ത് ഏത് സംബന്ധത്തിൻ്റെ ആവശ്യകതയുണ്ടോ അപ്പോൾ ഭഗവാനെ ആ സംബന്ധത്തിൽ തൻ്റേതാക്കി മാറ്റാൻ സാധിക്കും. സർവസംബന്ധങ്ങളും നിറവേറ്റാൻ സാധിക്കും. കുട്ടികൾ പറഞ്ഞു, ബാബ എൻ്റേത്. ബാബ എന്താണ് പറഞ്ഞത്? ഞാൻ നിൻ്റേത്. മധുബന്റെ ശോഭ നല്ലതായി തോന്നുന്നുവല്ലോ. എത്ര അകലെ ഇരുന്ന് കേൾക്കുകയാണെങ്കിലും കാണുകയാണെങ്കിലും മധുബന് അതിൻ്റേതായ ശോഭയുണ്ട്. മധുബനിൽ ബാബ്ദാദ കൂടിക്കാഴ്ച നടത്തുക തന്നെ ചെയ്യുന്നു. എന്നാൽ മറ്റ് എത്ര പ്രാപ്തികളുണ്ടാകുന്നു? അഥവാ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്ര പ്രാപ്തികളാണുള്ളത്? ഏറ്റവും വലുതിലും വലിയ പ്രാപ്തിയാണ് സഹജ യോഗം. സ്വതവേ തന്നെ യോഗം നിലനിൽക്കുന്നു, പ്രയത്നിക്കേണ്ടി വരുന്നില്ല. അഥവാ ആരെങ്കിലും മധുബന്റെ വായുമണ്ഡലത്തിന് മഹത്വം വയ്ക്കുകയാണെങ്കിൽ മധുബന്റെ വായുമണ്ഡലവും മധുബന്റെ ദിനചര്യയും സഹജയോഗിയും സ്വതവ യോഗിയുമാക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ട്? മധുബനിൽ ബുദ്ധിയിൽ കേവലം ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സേവാധാരി ഗ്രൂപ്പ് വരുന്നുണ്ട്, അത് വേറെ കാര്യമാണ്. എന്നാൽ ആരാണോ റിഫ്രഷ് ആകുന്നതിനായി വരുന്നത്, അപ്പോൾ മധുബനിൽ എന്ത് ജോലിയാണുള്ളത്? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? കഴിക്കൂ, കുടിക്കൂ, ആഹ്ലാദിക്കൂ, പഠിക്കൂ. അപ്പോൾ മധുബൻ തന്നെയാണ്. വിദേശത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കേൾക്കുന്നതും മധുബനിൽ വരുന്നതും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ബാബ്ദാദ സാധനങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർക്കും സ്നേഹസ്മരണകൾ നൽകുന്നുണ്ട്. ചില കുട്ടികൾ രാത്രി ഉണർന്നും കേൾക്കുന്നു. ഇല്ലാത്തതിനേക്കാൾ തീർച്ചയായും നല്ലത് തന്നെയാണ്. പക്ഷേ നല്ലതിലും നല്ലത് പ്രിയപ്പെട്ട മധുബനാണ്. മധുബനിൽ വരുന്നതാണോ നല്ലതായി തോന്നിയത്, അതോ അവിടെ ഇരുന്ന് മുരളി കേൾക്കുന്നതാണോ? എന്താണ് നല്ലതായി തോന്നുന്നത്? അവിടെയും മുരളി കേൾക്കുന്നല്ലോ, ഇവിടെയും പിന്നിലുള്ളവർ ടിവിയിലാണ് കാണുന്നത്. അപ്പോൾ മധുബനിൽ വരുന്നത് തന്നെയാണ് നല്ലത് എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. എല്ലാവരും ഉയർത്തി. നല്ലത്. എന്നിരുന്നാലും നോക്കൂ, ഭക്തിയിലും മഹിമ എന്താണ്? മധുബനിൽ മുരളി ഊതി, ലണ്ടനിൽ മുരളി ഊതി എന്നല്ല. എവിടെയായിരുന്നാലും മധുബന്റെ മഹിമയുടെ മഹത്വം അറിയുക എന്നാൽ സ്വയം തന്നെ മഹാനാക്കുക എന്നർത്ഥം. ശരി, ആരെല്ലാം വന്നിരിക്കുന്നുവോ അവർ യോഗി ജീവിതത്തിൻ്റെയും ജ്ഞാനി ആത്മാവിൻ്റെ ജീവിതത്തെയും ധാരണാസ്വരൂപത്തിൻ്റെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ടേണിൽ ഈ സീസണിലേക്ക് വേണ്ടി വിശേഷ അറ്റൻഷൻ വരുത്തിയിരുന്നു. ഈ മുഴുവൻ സീസണിലും സന്തുഷ്ടമണിയായി ഇരിക്കണം, സന്തുഷ്ടമാക്കണം. കേവലം ആയാൽ പോരാ, ആക്കുകയും വേണം. അതിനോടൊപ്പം ഇപ്പോൾ സമയമനുസരിച്ച് എപ്പോൾ വേണമോ എന്തും സംഭവിക്കാം. എപ്പോൾ നടക്കും? ഒരു വർഷത്തിനുള്ളിൽ നടക്കുമോ? 6 മാസത്തിനുള്ളിൽ നടക്കുമോ എന്ന് ചോദ്യം ചോദിക്കരുത്. അപ്രതീക്ഷിതമായി എന്തും ഏത് സമയത്തും സംഭവിക്കാം. അതിനാൽ തൻ്റെ സ്മൃതിയുടെ സ്വിച്ച് വളരെ പവർഫുൾ ആക്കൂ. സെക്കൻഡിൽ സ്വിച്ച് ഓൺ ചെയ്യുകയും അനുഭവ സ്വരൂപമായി മാറുകയും ചെയ്യൂ. സ്വിച്ച് അയഞ്ഞത് ഉറപ്പില്ലാത്തതാകുന്നില്ലല്ലോ. അപ്പോൾ അടിക്കടി ഓണും ഓഫും ചെയ്യേണ്ടി വരും. ശരിയാകുന്നതിന് സമയവും എടുക്കുന്നു.
എന്നാൽ സെക്കൻഡിൽ സ്വമാനത്തിൻ്റെയും സ്വരാജ്യ അധികാരിയുടെയും സ്വിച്ച് ഓൺ ചെയ്യുകയും അന്തർമുഖിയായി അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യൂ. അനുഭവങ്ങളുടെ സാഗരത്തിൽ അലിഞ്ഞു ചേരൂ. അനുഭവത്തിൻ്റെ അതോറിറ്റിയെ ഒരു അതോറിറ്റിക്കും ജയിക്കാൻ സാധിക്കില്ല. മനസ്സിലായോ എന്ത് ചെയ്യണമെന്ന്? വാഗ്ദാത സൂചന നൽകുന്നു, എന്നാൽ കാത്തിരിക്കരുത്. എപ്പോൾ 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 എന്നത് പാടില്ല. ഇപ്പോൾ, എവർ റെഡി. സെക്കൻഡിൽ സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കുമോ? ചെയ്യുവാൻ സാധിക്കുമോ? എങ്ങനെയുള്ള സർക്കംസ്റ്റൻസസും ആയിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള സമസ്യയും ആയിക്കൊള്ളട്ടെ, സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യൂ. ഈ അഭ്യാസം ചെയ്യൂ. കാരണം ഫൈനൽ പേപ്പർ സെക്കൻഡിൻ്റേതാണ് നടക്കേണ്ടത്, മിനിറ്റിൻ്റേത് പോലുമല്ല. ചിന്തിക്കുന്നവർക്ക് പാസ്സാകുവാൻ സാധിക്കില്ല. അനുഭവമുള്ളവർ പാസ്സാകും. അതിനാൽ ഇപ്പോൾ സെക്കൻഡിൽ എല്ലാവരും ഞാൻ പരംധാം നിവാസിയായ ശ്രേഷ്ഠ ആത്മാവാണ്. ഈ സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യൂ. മറ്റൊരു സ്മൃതിയും ഉണ്ടാകരുത്. ബുദ്ധിയിൽ ഒരു ചഞ്ചലതയും ഉണ്ടാകരുത്. അചഞ്ചലം. ഡ്രിൽ ചെയ്യിച്ചു. ശരി. 4 ഭാഗത്തുമുള്ള ശ്രേഷ്ഠ സ്വമാനധാരിയും അനുഭവിയുമായ ആത്മാക്കൾക്ക്, സദാ ഓരോ സബ്ജക്റ്റിനെയും അനുഭവത്തിൽ കൊണ്ടുവരുന്നവർക്ക്, സദാ യോഗി ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിരന്തര യോഗിയായ ആത്മാക്കൾക്ക്, സദാ തൻ്റെ വിശേഷ ഭാഗ്യത്തെ ഓരോ കർമ്മത്തിലും എമർജ് സ്വരൂപത്തിൽ വയ്ക്കുന്ന കോടിയിൽ ചിലരിലും ചിലരായ വിശേഷ ആത്മാക്കൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിജിയോട് എല്ലാവരെയും ഉന്മേഷത്തിലും ഉത്സാഹത്തിലും കൊണ്ടുവരുന്നതിൻ്റെ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാദി പറഞ്ഞു, ഇപ്പോൾ കോടിക്കണക്കിന് പേർക്ക് സന്ദേശം നൽകുന്നതിൻ്റെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നു. കോടികൾ എന്നല്ല, മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് സന്ദേശം ലഭിക്കേണ്ടതുണ്ട്. അഹോ പ്രഭു എന്ന് പറയുമല്ലോ. അഹോ പ്രഭു എന്ന് പറയുന്നതിന് വേണ്ടിയും തയ്യാറാക്കണമല്ലോ ദാദിമാരോട്. ഇവരും സഹയോഗം നൽകിക്കൊണ്ടിരിക്കുന്നു. നല്ലതാണ്. മധുബനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല സഹയോഗി ഗ്രൂപ്പിനെ ലഭിച്ചുവല്ലോ. ഓരോരുത്തർക്കും വിശേഷതയുണ്ട്. എന്നിരുന്നാലും ആദിരത്നങ്ങളുടെ പ്രഭാവം ഉണ്ടാകുന്നു. എത്ര പ്രായമുള്ളവരായാലും ശരി, പുതിയവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ആദിരത്നങ്ങളുടേത് അതിൻ്റേതായ പാലനയാണ്. അതിനാൽ ഗ്രൂപ്പ് നല്ലതാണ്. വരദാനം. വിഘ്ന പ്രൂഫായ തിളങ്ങുന്ന ഫരിസ്ത ഡ്രസ് ധാരണ ചെയ്യുന്ന സദാ വിഘ്ന വിനാശകനായി ഭവിക്കട്ടെ. സ്വയം പ്രതിയും സർവരെ പ്രതിയും സദാ വിഘ്ന വിനാശകൻ ആകുന്നതിനായി ക്വസ്റ്റ്യൻ മാർക്കിന് വിട നൽകണം. ഫുൾ സ്റ്റോപ്പിലൂടെ സർവശക്തികളുടെയും ഫുൾ സ്റ്റോക്ക് ചെയ്യണം. സദാ വിഘ്ന പ്രൂഫിൻ്റെ തിളങ്ങുന്ന ഫരിസ്ത ഡ്രസ് ധരിച്ചു വയ്ക്കണം. മണ്ണിൻ്റെ ഡ്രസ് ധരിക്കരുത്. അതിനോടൊപ്പം സർവഗുണങ്ങളുടെയും ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കണം. സദാ അഷ്ടശക്തികളുടെ ശസ്ത്രധാരിയായ സമ്പന്നമൂർത്തിയായി ഇരിക്കണം. കമലപുഷ്പത്തിൻ്റെ ആസനത്തിൽ തൻ്റെ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ പാദം വയ്ക്കണം. സ്ലോഗൻ. അഭ്യാസത്തിന്മേൽ പൂർണ്ണ അറ്റൻഷൻ നൽകൂ. അപ്പോൾ ഫസ്റ്റ് ഡിവിഷനിൽ നമ്പർ വരും. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഏതുപോലെ വാചാ സേവ നാച്ചുറൽ ആയി കഴിഞ്ഞുവോ, അതേപോലെ മനസാ സേവയും അതോടൊപ്പം നാച്ചുറൽ ആകണം. വാണിയോടൊപ്പം മനസാ സേവനവും ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ താങ്കൾക്ക് കുറച്ചേ സംസാരിക്കേണ്ടി വരികയുള്ളൂ. സംസാരിക്കുന്നതിൽ ഏതൊരു എനർജിയാണോ വിനിയോഗിക്കുന്നത്, അത് മനസാ സേവനത്തിൻ്റെ സഹയോഗം കാരണം വാണിയുടെ എനർജി ശേഖരിക്കപ്പെടും. മനസാ ശക്തിശാലി സേവനം
കൂടുതൽ സഫലതയുടെ അനുഭവം ഉണ്ടാക്കിക്കും. സൂചന: ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിവസം, മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. വൈകിട്ട് 6:30 മുതൽ 7:30 വരെ എല്ലാ സഹോദരി സഹോദരന്മാരും സംഘടിത രൂപത്തിൽ ഒരേ ഒരു ശുദ്ധ സങ്കല്പത്തിലൂടെ പ്രകൃതി സഹിതം സർവ വിശ്വത്തിലെ ആത്മാക്കൾക്കും ശാന്തിയുടെയും ശക്തിയുടെയും സകാശ് നൽകുന്നതിൻ്റെ വിശേഷ സേവനം ചെയ്യൂ. അനുഭവം ചെയ്യൂ. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ശക്തിശാലി കിരണങ്ങൾ പുറപ്പെട്ട് എൻ്റെ ഭൃകുടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിൽ നിന്നും മുഴുവൻ ഗ്ലോബിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ അശരീരി ആത്മാവാണ് എന്ന സങ്കല്പത്തിൽ ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ഉയർന്ന സ്ഥിതി എന്നെ ഉപരാമമാക്കുന്നു. ഈ ദേഹത്തിലിരിക്കെ ഉപരാമ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹവും ദേഹിയും രണ്ടാണെന്ന വ്യക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥിതിയുടെ അനുഭവം എന്നെ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഉപരാമമാക്കുന്നു. സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ഈ സ്ഥിതിയിലൂടെ എനിക്ക് സഹജമായി ഒരു സെക്കൻഡിൽ ബിന്ദു രൂപമായി മാറാൻ സാധിക്കുന്നു. ബിന്ദു രൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ഈ ബിന്ദുരൂപസ്ഥിതി എന്നിൽ സഹജമായി ബിന്ദുരൂപനായ ബാബയുടെ സ്മൃതി വരുത്തുകയാണ്. അതിവേറിട്ടതും പ്രിയപ്പെട്ടതുമായ ബിന്ദുരൂപമായ ബാബയുടെ സന്താനമാണ് ഞാൻ എന്ന നിശ്ചയപൂർണ സ്മൃതി എന്നിൽ ബാബയിലേക്ക് ഒരു അലൗകിക ആകർഷണവും നിസ്സീമമായ സ്നേഹവും വരുത്തുന്നു. ശീതളമായ ഒരു സ്ഥാനത്തിരിക്കവേ ശീതളതയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നത് പോലെ ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനുമായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്.
ഈ അതിശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ മഗ്നമായിരിക്കുന്നു. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കും. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി ഇങ്ങനെ കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്കും ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശവീചികൾ വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ പ്രകാശവീചികൾ വിശ്വത്തിലെ ആത്മാക്കളിൽ എത്തിച്ചേർന്ന് അവരെയും ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യിക്കട്ടെ.